ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 27 ശ്ലോകം 4. ദേവന്മാർക്ക് ജരാനര ബാധിച്ചതും ഭഗവാന്റെ ഉപദേശപ്രകാരം അസുരന്മാരോട് സന്ധി ചെയ്യാൻ പോയതും ആണ് നമ്മൾ പറഞ്ഞത്. അസുരന്മാരുടെ സഹായത്തോടുകൂടി പാലാഴി കടയണം, മന്ദരപർവ്വതത്തിനെ കടകോലാക്കണം, നാഗരാജനായിട്ടുള്ള വാസുകിയെ കയറാക്കണം. രണ്ടു കൂട്ടരും ഒത്തൊരുമിച്ച് ദേവന്മാരും അസുരന്മാരും കൂടി പ്രവർത്തിച്ചാലേ അമൃത് ലഭിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അതനുസരിച്ച് അസുരന്മാരോട് സന്ധി ചെയ്യാനായിട്ട് ദേവന്മാരവിടെ പോയി. അസുരന്മാർ ആദ്യമൊന്നും പലരും സമ്മതിച്ചില്ല. മഹാബലിക്ക് വിരോധം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുജി തുടങ്ങിയിട്ടുള്ള ചിലർ വേണ്ട, അവർ ചതിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. ഒരു കാര്യം അവർ തീരുമാനിച്ചു. അമൃതകുംഭം ഇങ്ങനെ വരുമ്പോൾ അതിനെ തട്ടിയെടുത്ത് നമുക്ക് ഓടാം എന്ന്. അങ്ങനെ രണ്ട് കൂട്ടരും കൂടിയിട്ട്, ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് മന്ദരപർവ്വതം കൊണ്ടുവരാൻ പോയി. അപ്പോഴും ഈ അഹങ്കാരം എന്ന് പറയണ ദോഷം അവർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഈ കൊടും ശാപത്തിൽ നിന്നും മോചനം കിട്ടാൻ പോണതെന്നും ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും ഒക്കെ അവർ മറന്നു. ഞങ്ങളുടെയൊക്കെ ശക്തി തന്നെ ധാരാളം എന്നും പറഞ്ഞ് മന്ദരപർവ്വതത്തിനെ പിടിച്ചു വലിച്ച് പൊക്കിയെടുത്ത് പാട്ടും പാടി സന്തോഷത്തോടു കൂടി ദേവന്മാരും അസുരന്മാരും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് മന്ദരപർവ്വതം താഴെ വീണു. അഹങ്കാരം എവിടെ കൂടിയോ പതനം ഉണ്ടാകും. ആ സമയത്ത് വീണ്ടും ഈശ്വര ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിച്ചതും പുഞ്ചിരിയോടുകൂടി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ ഗരുഡൻ്റെ മുകളിൽ പറന്നെത്തി. ശ്ലോകം നോക്കാം. സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേ അസ്മിൻ ബദരം ഇവ ഉദ്വഹൻ ഖഗേന്ദ്രേ സദ്യ സ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ. വാക്കുകളുടെ അർത്ഥം നോക്കാം. സന്ധാനം, അങ്ങനെ സന്ധി ചെയ്യാനായിട്ട്, സുരൗഖേ ദാനവൈ ദേവസമൂഹം അസുരന്മാരുടെ അടുത്ത് പോയി, കൃതവതി സന്താനം സന്ധി ചെയ്യുകയും ചെയ്തു. മദേന, പക്ഷേ മതം വിട്ടിട്ടില്ല, അഹങ്കാരം വിടാതെ. മന്ധാനം മന്ദരാദ്രിം നയതി, മന്ധാനമായിട്ടുള്ള കടകോലായിട്ടുള്ള മന്ദരപർവ്വതത്തിനെ കൊണ്ടുവരാനായിട്ട് അവർ പോയി. ദേവന്മാരും അസുരന്മാരും കൂടി അതിനെ പൊക്കിയെടുത്ത് നയതി വരുന്ന സമയത്ത് അസ്മിൻ ഭ്രഷ്ടേ, ആ മന്ദരപർവ്വതം ഭ്രഷ്ടം താഴെ വീണുപോയി. ത്വം ഖഗേന്ദ്രേ, അങ്ങ് ഗരുഡൻ്റെ ഉപരി അവിടെ വന്നെത്തി. ബദരം ഇവ ഉദ്വഹൻ, ഒരു ലന്തക്കുരു എന്ന പോലെ, ബദരി പഴം എന്നതുപോലെ അതിനെ, ആ മന്ദരപർവ്വതത്തിനെ പൊക്കിയെടുത്ത് ഗരുഡൻ്റെ മുകളിൽ വെച്ചു. പയപ്പയോധൗ സദ്യ വിനിഹിതവാൻ, പയപ്പയോധൗ പാലാഴിയിൽ സദ്യ, വേഗം തന്നെ, ഒട്ടു സമയം കളയാനില്ല, അങ്ങനെ വിനിഹിതവാൻ, മന്ദരപർവ്വതത്തിനെ പാലാഴിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു ഭഗവാൻ. പരസ്പരം കടുത്ത ശത്രുക്കളായിട്ടുള്ള ഒരേ അച്ഛൻ്റെ മക്കളാണ്, കശ്യപ പ്രജാപതിയുടെ മക്കളാണെങ്കിലും കൊടും ശത്രുത മനോഭാവത്തോടുള്ള ദേവന്മാരും അസുരന്മാരും സന്ധി ചെയ്തപ്പോൾ രണ്ടു കൂട്ടർക്കും അഹങ്കാരമായി. ഇനി ആരും വേണ്ട, ഞങ്ങൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ മന്ദരപർവ്വതത്തിനെ കൊണ്ടുവരുന്ന സമയത്ത് അത് താഴ്ത്തു വീണതും പിന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതിനെ എടുത്ത് ഗരുഡൻ്റെ പുറത്ത് വെച്ച്, അപ്പോൾ ഭഗവാൻ ഇവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ രണ്ടു കൂട്ടരും ഇത് തൊടണ്ട, ഞാനിതിനെ കൊണ്ടുപോയി പാലാഴിയിൽ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ഭഗവാൻ തൻ്റെ തൃക്കൈ കൊണ്ട് ആ മന്ദരപർവ്വതത്തിനെ എടുത്ത് ഗരുഡൻ്റെ മുകളിൽ വെച്ചു. ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡനോ വല്ല വിഷമവും തോന്നിയോ? അതൊരു ഭാരമായിട്ടേ തോന്നിയില്ല. ഈ 14 ലോകങ്ങളും വഹിച്ചിട്ടുള്ള ഭഗവാൻ തൻ്റെ പുറത്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ ചെറിയ പർവ്വതത്തിന് വല്ല വിഷമം ഉണ്ടാവുമോ ഗരുഡന്? അങ്ങനെ അവർ അത് കൊണ്ടുപോയി പാലാഴിയിൽ നിക്ഷേപിച്ചു. പിന്നീട് കൃഷ്ണാവതാരം വരുമ്പോൾ കാണാം, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ, ഭഗവാൻ ഗോവർദ്ധന പർവ്വതം, അന്ന് 7 വയസ്സാണ് ഉണ്ണികൃഷ്ണന്.
തൻ്റെ ഇടത്തെ കൈകൊണ്ട് പൊക്കിപ്പിടിച്ച് തുടർച്ചയായ 7 ദിവസങ്ങൾ നിന്ന് എല്ലാവരെയും ആ പർവ്വതത്തിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തി രക്ഷിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു മന്ദര പർവ്വതം പൊക്കാനൊന്നും യാതൊരു വിഷമവുമില്ല. ശ്ലോകം ഒന്നും കൂടി നോക്കാം. സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടയസ്മിൻ ബദരമിവ ഉദ്വഹൻ ഖഗേന്ദ്രേ സദ്യ സ്ത്വം വിനിഹിതവാൻ പയോധൗ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഇനി എന്താ വേണ്ടത്? അപ്പോൾ കടകോലായി. ഇനി കടകോലിനെ ചുറ്റിയിട്ട് പർവ്വതം കൊണ്ട് കടയാനായിട്ട് കയറ് വേണം. അതിന് വാസുകിയുടെ അടുത്ത് പോവാണ്. ആധായ ദ്രുതം അഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ അകരോ സുരാരീൻ. അർത്ഥം: അധ അനന്തരം മന്ദരപർവ്വതത്തിനെ കൊണ്ടുവച്ചതിന് ശേഷം വാസുകിയെ നാഗരാജാവിനെ വരത്രാം ആധായ പാശം ആക്കിയിട്ട് കയറാക്കിയിട്ട് തീർത്തു. വിനിഹിത സർവബീജജാലേ സകല ഔഷധ ബീജങ്ങളും കൊണ്ട് പാലാഴിയിൽ നിക്ഷേപിച്ചു. പാദോദൗ ആ പാലാഴിയിൽ തൈ സുരാസുരൈ മഥനവിധൗ പ്രാരബ്ധേ ആ ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു കൂടിയിട്ട് മഥനവിധൗ പാലാഴി മഥനം പ്രാരബ്ധേ ആരംഭിച്ച സമയത്ത്, സന്തോഷത്തോടു കൂടി ആരംഭിച്ച സമയത്ത് ത്വം വ്യാജാത് ഭുജഗമുഖേ സുരാരീൻ അകരോത്. ഭഗവാനെ, സൂത്രക്കാരനായ അങ്ങ് അവിടെ ഒരു കാര്യം ചെയ്തു. വ്യാജം കുറച്ച് കാപട്യത്തോടു കൂടിയിട്ട് ഭുജഗമുഖേ ആ ഭുജകത്തിൻ്റെ സർപ്പത്തിൻ്റെ മുഖത്ത് തലയ്ക്കൽ സുര അരീൻ അസുരന്മാരെ അകരോ നിർത്തിയല്ലോ. ഇനി വേണ്ടത് കടകോലുമ്പിൽ ചുറ്റാനുള്ള കയറാണ്. അതിന് വാസുകിയാണ് നല്ലത് എന്ന് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ചെന്നു. വാസുകി ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ അമൃത് തരാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അങ്ങനെ ഭഗവാൻ ശിവൻ തൻ്റെ കൈ നീട്ടി വാസുകി ഭഗവാന്റെ കൈകളിൽ ചുറ്റാൻ പകുതി പോലും വാസുകി ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാസുകിയെയും കൊണ്ടവർ വന്ന് പർവ്വതത്തുമ്പിൽ ചുറ്റി. പിന്നെ ഇനി എന്താ വേണ്ടത്? 2 ഭാഗവും പിടിക്കണം. തല ഒരു കൂട്ടരും വാലൊരു കൂട്ടരും പിടിച്ചിട്ട് വേണം ഇങ്ങനെ കടയാനായിട്ട്. അപ്പോൾ ഭഗവാനറിയാം വാസുകി അത്യുഗ്ര വിഷമുള്ള സർപ്പാണ്. അപ്പോൾ തലയുടെ ഭാഗം ഇങ്ങനെ ശരീരം വലിഞ്ഞ് മുറുകും തോറും വിഷക്കാറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ സ്വതവേ തന്നെ ബലമില്ല. അങ്ങനെയുള്ള ദേവന്മാർക്ക് അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആ ഭാഗം അസുരന്മാരെ കൊണ്ട് പിടിപ്പിക്കാതെ നിർത്തിയില്ല. നേരെ പോയിട്ട് നിങ്ങൾ വാസുകിയുടെ തല പിടിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കത് ഇഷ്ടാവില്ല. പറഞ്ഞതിൻ്റെ എതിരെ അവർ പ്രവർത്തിക്കുള്ളൂ. അത് കാരണം ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ഭഗവാൻ കുറച്ച് വ്യാജം കാണിച്ചു. ദേവപക്ഷപാതിയായിട്ട് നിങ്ങൾ വാല് പിടിച്ചോളൂ, ഞങ്ങൾ ദേവന്മാരും ഞാനും കൂടി വാസുകിയുടെ തലഭാഗം പിടിക്കാം എന്ന് ഭഗവാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേവപക്ഷപാതിയായി എന്ന് തോന്നണത്? ദേവന്മാരെന്ന് പറഞ്ഞാൽ ജന്മത്തിൽ പുണ്യം ചെയ്യുന്നവരാണ്. പുണ്യം ഏറുമ്പോഴാണ് ദേവത്വം ലഭിക്കുന്നത്. അവർ സജ്ജനങ്ങളാണ്. അപ്പോൾ ഭഗവാന്റെ ലക്ഷ്യം തന്നെ, അവതാരം തന്നെ സജ്ജന സംരക്ഷനാണ്. അതുകൊണ്ടാണ് അസുരന്മാരാണെങ്കിൽ എന്ത് നല്ല കാര്യം ചെയ്താലും അവരതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഒപ്പമുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി. അതുകൊണ്ടാണ് അവരിലേക്ക് ഭഗവാന്റെ അനുഗ്രഹം എത്താത്തത്. അല്ലാതെ ഭഗവാന് പക്ഷപാതം ഉണ്ടായിട്ടല്ല. അപ്പോൾ അങ്ങനെ ഒരു സൂത്രം ഉള്ളിൽ വെച്ച് എങ്ങനെയെങ്കിലും ഈ അസുരന്മാരെ കൊണ്ട് തല പിടിപ്പിക്കണം എന്ന് കരുതിയിട്ട് ഭഗവാൻ പറഞ്ഞു, ദേവന്മാർ തല പിടിച്ചു കൊള്ളുക, അസുരന്മാർ വാല് പിടിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ അസുരന്മാർക്ക് വിഷമായി, ദേഷ്യമായി. അവർ പറഞ്ഞു, ഞങ്ങളെന്താ മോശക്കാരാണോ? ഞങ്ങൾ കശ്യപ പ്രജാപതിയുടെ മക്കൾ തന്നെയാണ്.
ശുക്രാചാര്യരുടെ ശിഷ്യന്മാരാണ്. ഞങ്ങൾ വാലൊന്നും പിടിക്കില്ല, വേണമെങ്കിൽ തലഭാഗം തന്നാൽ പിടിക്കാം എന്ന് പറഞ്ഞു. ഭഗവാൻ ഉള്ളിൽ പുഞ്ചിരിച്ചുകൊണ്ട് വാലിൻ്റെ ഭാഗം പിടിക്കാൻ ദേവന്മാരോട് പറഞ്ഞു. അങ്ങനെ അസുരന്മാർ വാസുകിയുടെ തലഭാഗവും പിടിച്ചു. ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം, ഈ ലോകത്തിൽ തന്നെ ചില കുട്ടികളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വിപരീതം മാത്രം പ്രവർത്തിക്കൂലേ. അതിന് അവർക്ക് അസുരബുദ്ധി കുറച്ചുണ്ട്, ഇതാണ് അർത്ഥം. അഥ വാസുകീം വരത്രാം ആദായ, വരത്രാം എന്ന് പറഞ്ഞാൽ കയറ്, വാസുകിയെ പാലാഴി കടയാനുള്ള കയറാക്കിയിട്ട് നിഹിത സർവബീജജാലേ പാദോധൗ, നിഹിതം എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചു, സർവബീജങ്ങളുടെയും ഓഷധികളുടെയും വിത്തുകളെ അമൃത കിട്ടാനായിട്ട്, അതിനുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കാനായിട്ട് പാലാഴിയിൽ അതിനെ നിക്ഷേപിച്ചു. തൈ സുരാസുരൈ മഥനവിധൗ പ്രാരബ്ധേ, പ്രാരബ്ധേ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി, പ്രഹർഷേണ ആരബ്ധേ, ആരംഭിച്ച സമയത്ത് സുരന്മാരും അസുരന്മാരും കൂടി കടയൽ എന്ന ആ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് ത്വം വ്യാജാത്, ഭഗവാൻ പറയണത് പോലെയല്ലാതെ മനസ്സിൽ ഒന്ന് കരുതിയിട്ട് ഭുജഗമുഖേ സുരാരീൻ അകരു, സർപ്പത്തിൻ്റെ തലയ്ക്കൽ അസുരന്മാരെ കൊണ്ട് പിടിപ്പിക്കാൻ സാധിച്ചു ഭഗവാന്. അങ്ങനെ വീണ്ടും സന്തോഷമായിട്ട് പാട്ടൊക്കെ പാടി താളമൊക്കെ പിടിച്ചുകൊണ്ട് സുരന്മാരും അസുരന്മാരും കൂടി പാലാഴി മഥനം തുടങ്ങി. ശ്ലോകം ഒന്നും കൂടി നോക്കാം. ആദായ